ചില സമയത്ത് നമ്മളെ സ്കിന്നിന് പല പ്രശ്നങ്ങളും വരില്ല. അങ്ങനത്തെ ഇപ്പൊ എന്റെ ഈ കൈയിന്റെ രണ്ട് സൈഡിലായിട്ട് നന്നായിട്ട് ഇങ്ങനെ പിമ്പിൾസിന്റെ ഒക്കെ പ്രശ്നം വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ചില ബോഡി വാഷ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറേന്നൊക്കെ കണ്ടിട്ട് നല്ല റിവ്യൂ കണ്ടിട്ട് മേടിച്ചൊരു പ്രൊഡക്റ്റ് ആണ് ഇതാ ഈ കാണുന്നത്. അപ്പൊ നമ്മളിന്ന് കാണുന്നത് കുറച്ച് ഞാൻ പൂജായിട്ട് മേടിച്ചുള്ള ബോഡി വാഷുകളാണ് കേട്ടോ. കണ്ടോ ഈ കൈയിന്റെ ഈ ഒരു ഷോൾഡറിന്റെ ഭാഗത്തായിട്ട് ഇങ്ങനെ പിമ്പിൾസ് വരുന്നുണ്ട്. എന്താ എനിക്കറിയില്ല കേട്ടോ. അപ്പത്തേക്ക് ഇവിടെ മാത്രം എന്താ അറിയില്ല. അപ്പൊ നമ്മളിന്ന് ഫസ്റ്റ് കാണുന്നത് ഈ ഒരു ബോഡി വൈസിന്റെ 5% AHA BHA എക്സ്ഫോളിയേറ്റിംഗ് ബോഡി വാഷ് ആണ്. പിന്നെ നല്ല അടിപൊളി റിവ്യൂ ആണ് ഒരു പ്രൊഡക്റ്റ് ആണ് ഇത്. എക്സ്ഫോളിയേറ്റ് ആൻഡ് ഹൈഡ്രേറ്റ് സ്കിൻ, അതേപോലെ തന്നെ ടാൻ മാറ്റാനായിട്ടും സ്കിൻ ബ്രൈറ്റൻ ചെയ്യിക്കാനൊക്കെയാണ് ഇത് പറയുന്നത്. ഈ വൈസിന്റെ പ്രൊഡക്റ്റുകളൊക്കെ അത്യാവശ്യം നല്ല റിവ്യൂ ഉള്ളതാണ്. അപ്പൊ ഈ ഒരു ബോഡി വാഷ് മേടിച്ച് നോക്കിയിട്ടുണ്ട്. അപ്പൊ ഇത് യൂസ് ചെയ്തിട്ട് കുറേയൊന്നും ഞാൻ പിന്നെ എപ്പോഴൊക്കെ അപ്ഡേഷൻ തരാം കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് ഇത് കെമിസ്റ്ററ്റ് പ്ലേന്റെ ഒരു ബോഡി വാഷ് ആണ്. ഇതിന്റെ 2ാം റോൺ ഒക്കെ ഉണ്ട്. നമുക്ക് അണ്ടർആംസിന്റെ ഡാർക്ക്നെസ് ഒക്കെ മാറ്റാൻ അടിപൊളി സംഭവമാണ്. അപ്പൊ ഇത് ഇവരുടെ തന്നെ ഈ ഒരു ബോഡി വാഷ് ആണ്. കെമിസ്റ്ററ്റ് പ്ലേന്റെ വിത്ത് എസെൻഷ്യൽ സെറാമൈഡ്സ് വരുന്ന ഡെയിലി എക്സ്ഫോളിയേറ്റിംഗ് ബോഡി വാഷ് ആണ്. എല്ലാ സ്കിൻ ടൈപ്പിനും സൂട്ട് ആവും. അതേപോലെ തന്നെ ലാക്റ്റിക് ആസിഡ്, സാലിസിലിക് ആസിഡ്, വിറ്റാമിൻ ഇ ഒക്കെയാണ് ഇതിൽ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നത്. ജെന്റ്ലി എക്സ്ഫോളിയേറ്റ് ഡെഡ് സ്കിൻ സെൽസ്, സ്മൂത്ത് ആൻഡ് റഫ് ആൻഡ് ബോംബി സ്കിൻ ഒക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഡെർമറ്റോളജിക്ക് റെസ്റ്റഡ് പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഇതാണ് നമ്മുടെ അടുത്തൊരു പ്രൊഡക്റ്റ് വരുന്നത്. നെക്സ്റ്റ് വന്നിട്ട് ഇത് വേറെ കാണിച്ചത് കെമിസ്ട്രി ബ്രാൻഡോട് ഇതേപോലെ ലൂഫയും കൂടെ വരുന്നുണ്ടോ തേച്ചരച്ച് പിടിക്കാനായിട്ട്. നെക്സ്റ്റ് വന്നിട്ട് ഡവിന്റെ ആണ്. ഡവിന്റെ എക്സ്ഫോളിയേറ്റ് അവേ മൈക്രോ പോളിഷർ ഫോർ ഓൾ സിൽക്കിയർ സ്കിൻ എഴുതിയിട്ടുണ്ട്. ബോഡി വാഷ് ആണ്. 4% റിഫൈനിങ് സെറം AHA ഒക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അതാണ് ഈ ഒരു ബോഡി വാഷ് വരുന്നത്. ഡവിന്റെ വേറെ ഞാൻ മുൻപ് യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നേ. പിന്നെ വന്നിട്ട് ഇത് പ്ലമ്മിന്റെ ഒരു ബോഡി ലോഷൻ ആണ് കേട്ടോ. ഒരു മുൻപത്തെ ഏതൊരു വീട്ടിൽ കാണിച്ചിട്ടുണ്ട്. ഇതിന്റെ തന്നെ ഒരു ബോഡി വാഷ് അടിപൊളി സ്മെല്ലാണ് കേട്ടോ. അത്യാവശ്യം നമുക്ക് കുളിച്ചിറങ്ങുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലാണ്. നമുക്ക് അടുത്തൊരു ആൾക്കാരെന്ന് പറയാം അതിന് നല്ല സ്മെൽ ഉണ്ടല്ലോ. അങ്ങനെ നല്ല അടിപൊളിയാണ് ഇതിന്റെ ഒരു ബോഡി വാഷ് ഉള്ളത്. അതിന്റെ വേണമെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ, ആമസോണിൽ മേടിച്ചില്ല ഞാൻ പറഞ്ഞോ. സെയിലുള്ള സമയത്ത് ഇവിടെയാണെങ്കിൽ പേടിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റേറ്റ് കുറഞ്ഞ സാധനം കിട്ടും. അപ്പൊ ഇത് വന്നിട്ട് അതിന്റെ ഒരു ബോഡി ലോഷൻ ആണ് കേട്ടോ. അടുത്തത് ഈ ഒരു ഫ്ലിക്സ് എന്നുള്ള ബ്രാൻഡിന്റെ ആണ്. ദ പ്ലാൻ ഫ്ലിക്സ് എന്നുള്ള ബ്രാൻഡിന്റെ ആണ്. പൈനാപ്പിൾ സ്മൂത്ത് സ്കിൻ ജ്യൂസി ബോഡി വാഷ് ആണ്. 5% ലാക്റ്റിക് ആസിഡ്, അതേപോലെ തന്നെ അലോവേര എക്സ്ട്രാക്ട്, ബീഡിയൻ ഒക്കെയാണ് വരുന്നത്. റഫ് സ്കിന്നിനെ എക്സ്ഫോളിയേറ്റ് ചെയ്യാനായിട്ടും അതേപോലെ തന്നെ സ്ട്രോബെറി ഡ്രൈ സ്കിന്നൊക്കെ എക്സ്ഫോളിയേറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മളെ അടുത്തൊരു പ്രൊഡക്റ്റ് വരുന്നത്. പിന്നെ അടുത്ത വന്നിട്ട് സോപ്പാണ് നോക്കുന്നതെങ്കിൽ ഇത് വന്നിട്ട് മാമവത്തിന്റെ സോപ്പാണ്. ഒരു 3-4 സോപ്പുള്ള കോംബോ ആണ് കേട്ടോ. ഇത് വന്നിട്ട് മാമവത്തിന്റെ ഉത്തൻ മോയ്സ്ചറൈസിംഗ് ലോഷൻ സോപ്പാണ്. വിത്ത് ടേമറിക്കും സാൻഡൽവുഡും ഒക്കെയാണ് വരുന്നത്. അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ നിങ്ങൾക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കട്ടെ. ഇതിന്റെ തന്നെ വേറെ ഒക്കെ ഉണ്ടാവും. ഇപ്പൊ മാമവത്തിന്റെ കുറെ സംഭവങ്ങൾ വരില്ല. ഇപ്പൊ ഷാമ്പു ആണെങ്കിൽ ഇതിന്റെ പല വേരിയന്റ് ഉണ്ടാവും, പല ഇൻഗ്രീഡിയൻസിൽ. അപ്പം ഇത് വന്നിട്ട് ഈ ഒരു ഉത്തൻ റേഞ്ചിൽ വരുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ചെക്ക് ചെയ്ത് നോക്കൂട്ടോ. Bye.